നിന്റെ വിളികൾ, മെസ്സേജുകൾ, ചാറ്റുകൾ എല്ലാം എനിക്കൊന്ന് കാണണം. വിരോധമുണ്ടോ നിനക്ക്? അത് സാറേ, അല്ല, വിരോധം ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെന്തായാലും ഇതങ്ങ് എടുക്കുക. ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് വിളിപ്പിക്കും. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിനക്ക് ഈ ഫോൺ കൊണ്ട് പോ. ഇനി അല്ലെങ്കിൽ അപ്പോ പറയാം ശരത്തെ. എന്തായാലും നീ ഇപ്പൊ പോ. ശരി സാർ. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ തങ്കച്ചി. നമുക്കോ അതോ നമ്മുടെ ശത്രുക്കൾക്കോ? രണ്ടു പേർക്കും. ആരാ പുതിയ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ? കാരണനല്ല, കാരി. നിരഞ്ജൻ സാറിന്റെ അമ്മ. അവര് പൊന്നുമണിയായിട്ട് ഭയങ്കര അടി. ഒത്തുപോണില്ല. ഇപ്പൊ താമസം എവിടെയാണെന്നറിയോ? മകന്റെ ഒപ്പം. ജയശങ്കറിന്റെ വീട്ടിലോ? അതെ. എന്നിട്ട് ജയശങ്കർ എന്നെ സമ്മതിച്ചോ? സമ്മതിക്കേണ്ടി വന്നു. അയ്യേ, മോശം. എന്താ സ്വാമി ഞാനീ കേൾക്കുന്നത്? ഇതിലും ഭേദം സ്വാമി വല്ല രാമേശ്വരത്തോ കാശിക്കോ പോകുന്നതായിരുന്നു. നിരഞ്ജൻ സാറിന്റെ അമ്മ ജയശങ്കർ സാറിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിന് ഞാൻ എന്തിനാ നാടുവിടുന്നത്? എന്റെ സ്വാമി, അതൊരു നല്ല ഐഡിയ അല്ലേ? സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മയെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് ജയശങ്കർ വാശി പിടിക്കുന്നു. എന്ത് സംഭവിക്കും? വഴക്കാവും. അതിനുശേഷം ഒന്നില്ലെങ്കിൽ സാറ് തോൽക്കും, അല്ലെങ്കിൽ നിരഞ്ജൻ സാറ് തോൽക്കും. സാറ് തോക്കുന്നില്ലെന്ന് വിചാരിക്കുക. നിരഞ്ജൻ എന്ത് ചെയ്യും? അമ്മയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ ചെയ്ത അക്ഷര അവിടെ നിൽക്കുമോ? അക്ഷരയും കൂടെ ഇറങ്ങും. അപ്പൊ ആരൊറ്റയ്ക്കാവും? ജയശങ്കർ ഒറ്റയ്ക്കാവും. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് സാറ് അമ്മയെ ഇറക്കി വിടണ്ടേ? അവരവിടെ കയറി താമസം തുടങ്ങി കഴിഞ്ഞു. സ്വാമി വിചാരിച്ച ജയശങ്കറിന്റെ മനസ്സ് മാറ്റാൻ പറ്റും. ഒരു കണക്കിന് അവരവിടെ കയറി പൊറുതി തുടങ്ങിയ നന്നായി. ഇറക്കി വിട്ടാ അതിന് ഡബിൾ എഫക്റ്റാ. ഞാൻ എന്ത് ചെയ്യണമെന്നാ തങ്കച്ചി പറയുന്നത്? സ്വാമിയുടെ തലയും നാവും ശരിക്കൊന്ന് പ്രവർത്തിക്കണം. നിരഞ്ജന്റെ അമ്മ ഇനി അവിടെ താമസിക്കാൻ പാടില്ല. ഏറ്റോ? ഏറ്റു. നടക്കുമല്ലോ? നടക്കും. അത് മതി. ജയശങ്കർ ഒറ്റയ്ക്കായിട്ട് വേണം എനിക്ക് പലതും ചെയ്യാൻ. താൻ പോയിട്ട് വാ. കലക്കാവുന്നതിന്റെ മാക്സിമം താൻ കലക്ക്. ആ വീടൊന്ന് കുലുങ്ങട്ടെ. ഹലോ, ഇത് ഞാനാ, ശരത്ത്. ഇതേത് നമ്പര്? പണ്ടേ കയ്യിലുള്ളതാ. എനിക്കറിയായിരുന്നു എന്നെങ്കിലും ഒരിക്കല് എന്റെ ഫോൺ പോലീസുകാർ വാങ്ങി വെക്കുന്നു. സകല കോണ്ടാക്ട് നമ്പറുകളും അതുകൊണ്ട് ഞാൻ വേറൊരു സിമ്മിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഗുണമായി. അപ്പോ പഴയ സിമ്മും ഫോണും ഇപ്പം അയാളുടെ കയ്യിലുണ്ട്, ആ ഓഫീസർ കയ്യിൽ. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ഇറങ്ങിയപ്പോ ഫോൺ മേടിച്ച് അവിടെ വെച്ചു. അത് ശരി. ശരത്തിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു അല്ലേ? അയാൾ എന്നെ വിളിച്ചിരുന്നല്ലോ. എന്തിന്? കാണണമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ആള്? കടുപ്പാണോ? ആണെന്ന് പറയാം, അല്ലെന്നും പറയാം. ചിലപ്പോ തോന്നുവേ ഒരു മണ്ടനാണ്, ചിലപ്പോ തോന്നും നല്ല ബുദ്ധിയുണ്ടെന്ന്. സൂക്ഷിക്കണം. ഞാൻ കരുതി എന്നെ വിടില്ലെന്ന്. ഭാഗ്യത്തിന് വിട്ടു. അല്ല,